ഹായ്, സുഖല്ലേ? ഇവനറിയോ നിങ്ങളെ? ഇവന്റെ പേരെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇവൻ അറിയപ്പെടുന്നത് ചെകുത്താൻ എന്ന പേരിലാണ്. ആ പേര് പോലെ തന്നെ സ്വഭാവം. സത്യം പറഞ്ഞാ ഇതുപോലൊരു ന്യൂസ് ഞാൻ കുറെ മുമ്പ് ആഗ്രഹിച്ചതാ. എനിക്ക് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമല്ല. പക്ഷെ ഇവന്റെ ഈ വീഡിയോസ് കാണുമ്പോണ്ടല്ലോ, അതായത് കയ്യും കാലും അനങ്ങാത്ത ആളുകളടക്കം പോയി രണ്ടെണ്ണം പൊട്ടിക്കണം എന്ന് തോന്നും. അത്തരത്തിലുള്ള വീഡിയോസാ വിടുക. ഇവൻ കുറേ കാലമായിട്ട് ഈ മോഹൻലാലിനെതിരെ അതും പച്ച തെറി വിളിച്ചും കൊണ്ടുള്ള വ്ളോഗ് ചെയ്യൽ തുടങ്ങിയിട്ട് ഇവൻ അതൊക്കെയാണ് ഇവന്റെ കണ്ടന്റ്. എങ്ങനെ മറ്റുള്ളവരെ എന്താ പറയാ, നമുക്കൊന്നും നാവ് കൊണ്ട് പറയാൻ കഴിയൂല. അത്ര വലിയ തെറിയാണ് ഈ പബ്ലിക്കായിട്ട് ഓൻ വീഡിയോയിൽ ഇരുന്ന് പറയുന്നത്. എല്ലാ കാലം ഇതിന് കയ്യടിക്കാൻ ആളുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത്. പക്ഷെ പണി ഇന്നലെ അങ്ങോട്ട് പാളി. എടപ്പള്ളിയിൽ വെച്ചിട്ട് പിന്നെ ഇവൻ ഒരു ചെറിയൊരു തട്ടുകടയിൽ എന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കത്രേ. ആ സമയത്താണ് മോഹൻലാലിന്റെ ഫാൻസേര് വന്നത്. അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതൊന്നുമല്ല, സ്വാഭാവികമായിട്ട് നല്ല കണ്ടുമുട്ടിയത് അവിടെ വെച്ചിട്ട്. കണ്ടുമുട്ടിയെന്ന് മാത്രമല്ല, ഒന്നും പറയാനോ ചോദിക്കാനോ നിന്നില്ല. പറഞ്ഞ നന്നായിട്ട് ഇട്ടാണ് പൂസിയിരിക്കണു. എന്തിനാ അടി കിട്ടിയെന്നുള്ളത് പോലും എനിക്കറിയില്ല. കാരണം അമ്മാര് ചെയ്ത്താണല്ലോ ഇത്രയും കാലം ഈ ചെയ്ത്താൻ എന്ന പേരിൽ ചെയ്തു കൂട്ടിയിരുന്നത്. നല്ല കിട്ടല് കിട്ടിയിരിക്കണു. ആളിപ്പോ കേസൊക്കെ കൊടുത്തിക്കണു. പക്ഷെ കേസ് കൊടുത്തിട്ടും കാര്യമില്ല. കേരള പോലീസ് ഇവന്റെ വീഡിയോസ് എന്തിനടി കിട്ടി, എന്തിനു തല്ലി എന്നുള്ളതെന്ന് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് തന്നെ അതിനകത്ത് അവന്റെ വീഡിയോയില് അവൻ തന്നെ പറയുന്നുണ്ട്. നമുക്കൊക്കെ ഒരാളെ തല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും തല്ലിയിട്ടുണ്ടാകുക? പാവം ഒത്തിരി ആളുകൾ കൂടിയിട്ട് ഒരാളങ്ങനെ തല്ലാവോ എന്നുള്ള ഒരു ചിന്തയൊക്കെ വരും. ഇവന്റെ കാര്യത്തിൽ അങ്ങനെ ആർക്കും വരൂല. കാരണം എന്താ അറിയോ, ഇവനെ കുറിച്ച് നല്ലത് പറയുന്നത് ഇവന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഈ അടുത്ത് ബാലയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൽ കയറി ഇവൻ വെറുതെ തലയിട്ടൊന്നുമല്ല, ഇവൻ ഒരാളെ കുറിച്ച് പറയുക എങ്ങനെ അറിയൂ, തെറി കൊണ്ട് മാത്ര. ടിനി ടോം എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആ മോനെ കുറിച്ചിട്ട് അത്തരത്തിലുള്ള തെറിവാക്കായിരുന്നു ഇവൻ യൂസ് ചെയ്തിരുന്നത്. എന്തായാലും പലർക്കും ഇവനെ അറിയാം. കാരണം ഇവന്റെ വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പങ്ക് ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ചു തരാം. അത് കേൾപ്പിച്ചാൽ തന്നെ അറിയാം. എന്താ അറിയോ, കുഴപ്പമില്ല, ഇത് രണ്ടെണ്ണം കിട്ടേണ്ട വകുപ്പാണെന്നുള്ളത്. ഒന്ന് കേട്ടോക്കാനി. അല്ല, ഈ മോഹൻലാലിന്റെ പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടല്ലേ? ഈ മണ്ടന്മാരായ ഫാൻസ് ഉണ്ടല്ലോ, ഈ നാട് നിങ്ങളെ പോസ്റ്റ് ഇട്ട് നടക്കുകയും ഒക്കെ ചെയ്ത് നടക്കുന്ന പൊട്ട ഫാൻസ് ഇല്ലേ, അവന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അമ്മയോ മോളെ ഒക്കെ വിറ്റിട്ടാണേലും അല്ലെങ്കിൽ കൊണ്ട് കൊടുത്തിട്ടാണേലും അവൻ പൈസ ഒപ്പിച്ച് തന്നെ ഇല്ലേ? അതല്ലേ ആ ഫാൻസിന്റെ പ്രത്യേകത. അമ്മ വിറ്റ് ആണേലും ലാലേട്ടന്റെ സിനിമ കാണാൻ പോകുന്ന തെണ്ടികൾ, അവന്മാർക്ക് കൊടുക്കാം ഓരോ പാട്ട് വീതം. അതൊക്കെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാ? ഇല്ല, എന്നെ കണ്ടപ്പോഴും എനിക്ക് തോന്നി നീ ഉണ്ടായത്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു തള്ളയോളി. ഞങ്ങളുടെ കേൾക്കാതിരിക്കാന്നല്ല, ഒരു മോഹൻലാൽ ഫാൻസാ വിളിച്ചിരിക്കണത്. ഇവൻ പറയണ കേട്ടില്ലേ, ഇതൊക്കെ വളരെ ഇവന്റെ ഭാഷയിൽ ഇതൊക്കെ മാന്യമായിട്ടുള്ള വീഡിയോ ആണ്. പക്ഷെ ഇവൻ ചെയ്തു കൂട്ടുന്നതും ചെയ്യുന്നതും അതേ പോണ അടി ഇരന്ന് വാങ്ങണ പരിപാടിയാ. വെറുതെ ഒരു മനുഷ്യനെ ഇരുന്ന് ഈ മോഹൻലാലിനെ ഇഷ്ടമല്ലെങ്കിൽ മമ്മൂട്ടിയോ വേറെ എത്ര നടന്മാരുണ്ട്, ഓലെയൊക്കെ സ്നേഹിച്ചോട്ടെ. ഈ മോഹൻലാലിനെ ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ട് ഈ മോഹൻലാൽ ഫാൻസിന്റെ ഉമ്മാക്കും പെങ്ങക്കും അതുപോലെ മോഹൻലാലിന് എന്താ ഇവൻ പറയുന്നതെന്ന് ഇവനിക്ക് തന്നെ ഒരു ബോധ്യമല്ല. എന്നൊരു പേരിന് തലക്ക് സുഖമല്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞൊരു വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇവൻ കുറെ കാലമായിട്ട് പുറത്തിറങ്ങണില്ല. അതായത് ഇവനെ ആരും കണ്ടുമുട്ടുന്നില്ല. ഇവ എവിടെ ഉള്ളതാന്ന് പോലും പലർക്കും അറിഞ്ഞിരുന്നില്ല. പക്ഷെ ബാലയുടെ വിഷയത്തിലാണ് ഇവന്റെ ചെറിയൊരു ഐഡന്റിറ്റി എല്ലാവർക്കും കിട്ടിയത്. ബാലയുടെ ചെക്കന്മാരിൽ നിന്ന് നല്ല കിട്ടലും കിട്ടിയിരിക്കണു. ആറാട്ടണ്ണന്റെ ആ വിഷയമൊക്കെ മുമ്പ് നടന്നതാ, നിങ്ങൾ പലരും കണ്ടു കാണും. എന്തായാലും ഇനി ഇതന്നെ ഇവന്റെ അവസ്ഥ. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ, ഒന്ന് കിട്ടിയാൽ മതി, പിന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവൻ എന്ത് പറഞ്ഞിട്ടാണ് കേസ് ഫയൽ ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാലോ. ഇവൻ അത്തരത്തില് ഇപ്പം എന്താ പറയുന്ന മോഹൻലാലിന്റെ ഫാൻസ് ഒരു കാര്യം ചെയ്യേ, മോഹൻലാലിന്റെ ഫാൻസുകാർ നിങ്ങളുടെ അമ്മനെയും പെങ്ങളെയും എല്ലാവരെയും എന്തെങ്കിലും ചെയ്തിട്ടാലും വേണ്ടില്ല, മോഹൻലാലിന് റീച്ച് ഉണ്ടാക്കി കൊടുക്കണം, ടിക്കറ്റ് എടുക്കണം. ഇപ്പൊ പറയുന്ന വാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കെ. ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്തായാലും എന്റെ കണ്ണും മുറിച്ചില്ലാക്കും. അതെന്നെ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. മുറഞ്ഞം കിട്ടിയിരിക്കുന്നു. ഇനി കോമഡി ഇതൊന്നുമല്ല, ഇപ്പൊ ഇവനെ സപ്പോർട്ട് ചെയ്യാനും ആള് വരും. കാരണം അതാണ് മലയാളികളെ. എന്തായാലും ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്ക്. മോഹൻലാൽ ഫാൻസുകാരെടുക്കുന്ന ഒരു ആക്രമണം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. എന്താ ഇതിന്റെ ഒരു സത്യാവസ്ഥ? മോഹൻലാലിനെ പറ്റി വീഡിയോ ഇടൂടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൻ വന്നത്. അവൻ മോഹൻലാലിന്റെ ആരാധകനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവമായിട്ട് ബന്ധപ്പെട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? കാരണമുണ്ടോ, ഇവര് നമ്മളെ വേറെ രീതിയിൽ ആക്രമിക്കാൻ തന്നെ വന്നതാണോ എന്നൊക്കെ സംശയമുണ്ട്. കാരണം കേട്ടില്ലേ, മോഹൻലാലിനെ കുറിച്ച് പറയോ എന്ന് ചോദിച്ചു. അങ്ങോട്ട് പൂസിന്നാ പറയണത്. അതിപ്പോ ഇനി മോഹൻലാലിന്റെ ഫാൻസ് ആണോ അതോ ഇനി മറ്റെന്തെങ്കിലും ആണോ
അതൊന്നും അറിയില്ല. എന്തായാലും പൊതിരെ കിട്ടി, അത് മാത്രം എനിക്കറിയാം. അതങ്ങനെയാണ്. ചില ആളുകൾക്കൊക്കെ ഇതുപോലെ കിട്ടുക എന്ന് പറയുന്നത് മലയാളികൾക്കൊരു സുഖ. കാരണം എന്താ അറിയോ, നമ്മളൊക്കെ കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന വേറെ ആരൊക്കെയാണ് വന്ന് കൊടുക്കുന്നത്. ഒരിക്കലും കുറ്റം പറയില്ല, ആര് ചെയ്താലും ശരി. അതിപ്പോ ഒരു ഫാൻസ്, ഇത്രയും വലിയൊരു ആക്ടറിന്റെ ഫാൻസ് ആവണമെന്നില്ല, ഇവന്റെ തൊള്ളയിലെ നാക്കിന് സാധാരണക്കാരൻ തന്നെ തല്ലും. അത്രയും മോശം വേർഡുകളാണ് ഇവൻ ഇതാക്കുന്നത്. ഇവന്റെ അമ്മ വീട്ടിലുണ്ട്, ആ റൂമിൽ ഇരുന്നിട്ട്, അതിന്റെ നേരെ തൊട്ട് റൂമിൽ ഇരുന്നിട്ടാണ് ഇവ ഇത്രയും അനാവശ്യം വിളിക്കുന്നത്. ആ സ്ത്രീക്ക് ഒരു അന്തല്ലേന്ന് എനിക്കൊരു പിടുത്തല്ല. ബാലയുടെ വിഷയത്തില് പോലീസുകാർ ഇവരെ വീട് കയറി മൊത്തം നിറങ്ങി. എന്നിട്ട് എന്തായി ആ അമ്മ പറഞ്ഞത്? അവനക്ക് സുഖമില്ല, അവൻ സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട് അവന്റെ നേരക്ക് ആരും വരണ്ടാന്ന്. എന്ത് സുഖമില്ലായ്മ ഇവനിക്ക്? ഇവന്റെ സൂക്കേട് തന്നെയാണ്, അടി കിട്ടാത്ത സൂക്കേട്. അതെന്തായാലും ഇനി അങ്ങോട്ട് കിട്ടി തുടങ്ങിക്കോളും. ഇതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് കിട്ടിയാൽ മതി, ഇനി അങ്ങോട്ട് കിട്ടിയും കൊണ്ടേയിരിക്കും. ആരാണ് തല്ലിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആര് തല്ലിയാലും ശരി കേട്ടോ, മനസ്സങ്ങോട്ട് നിറഞ്ഞു. നല്ലോണം കിട്ടി. അതായത് ഇപ്പൊ ഏഷ്യാനെറ്റിലും റിപ്പോർട്ടിലും എല്ലാ ചാനലിലും വരുന്നത് ചെകുത്താൻ അടി കിട്ടിയതാ. അങ്ങനെ കിട്ടി തുടങ്ങട്ടെ, പ്രാർത്ഥിക്കാം. ഇത് നല്ലൊരു തുടക്കമാവാൻ വേണ്ടിയിട്ട്. ഇനി എൻ്റെ നാവില് ഇത്തരത്തിലുള്ള ഒരു വാക്ക് ഉപയോഗിക്കരുത്. എത്രയായാലും ശരി, ഒരു മനുഷ്യനെ കുറിച്ചിട്ട് പറയുന്നതിലൊരു ലിമിറ്റ് വേണം. എന്ത് തെറിയാണ്ട് വിളിച്ചു പറയരുത്. നിങ്ങൾക്കൊക്കെ എത്ര പേർക്ക് ഇവൻ അറിയാന്നറിയില്ല, പക്ഷെ അറിയുന്നവർക്ക് ഇവനെ നല്ല പോലെ അറിയാം. ഈ അടി അർഹനാണ്, ഓനെ കിട്ടേണ്ടതാണ്, കിട്ടിയേ പറ്റൂന്ന് ഏതോ കാലം മുതലേ ഓൻ പറയൽ തുടങ്ങിയതാ. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഏറും മോറും സന്ദർഭവും മുഹൂർത്തം ഒക്കെ വന്നത്. ആ സമയത്ത് നല്ല കിട്ടും ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ചെയ്താനേ, ഈ പേര് ആരിട്ടതാ, ഇജ്ജിട്ടതാണോ വേറെ ആരെങ്കിലും ഇട്ടാണെങ്കിലും ഇത് ചെയ്താന് പോലും മനക്കെടുള്ള ഒരു സംഭവമാണ് ഇത്. ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാ, വ്ളോഗ് ചെയ്യാ, എന്തും ചെയ്യാ, പക്ഷെ അതിലൊക്കെ ഒരു മാന്യത പുലർത്തണം. മറ്റുള്ളവർ കേട്ടാൽ എന്താ, പെട്ടെന്ന് വൈറലാകാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് മറ്റുള്ളവരേക്ക് ശ്രദ്ധ പെടുത്താൻ വേണ്ടിയിട്ടും തോന്നിയത് മുഴുവൻ അങ്ങോട്ട് വിളിച്ചു പറയാന്നുള്ളതല്ല അതിന്റെ കണക്ക്. അതൊക്കെ വിളിച്ച് പറയുമ്പോൾ ആദ്യത്തെ ചിലപ്പോൾ ഒരു 10 വീഡിയോക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. 11ാമത്തിന് ഒരെണ്ണം കിട്ടി തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് വരും പോലീസും കോടതിയും നാട്ടുകാരും വീട്ടുകാരും സകലമായ ആളുകളാണ് തിരിയും. പിന്നെ എന്താ കാരണം ഇതേമാതിരിയായിരിക്കും. എന്തിനാന്നറിയില്ല, അവര് വന്നു, ഇറങ്ങി, തല്ലി, പോയി. ഞാനവിടെ സുരക്ഷിതമായിരിക്കുമായിരുന്നു എന്നുള്ള പറഞ്ഞിട്ടുള്ള വേറെ ഇന്റർവ്യൂകൾ ഇങ്ങനെ വരും എൻ്റെ. അതന്നെ ഉണ്ടാകാൻ പോണ്. അപ്പോൾ ഇതിൽ നിങ്ങളെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഇവനെ അറിയോ ഇല്ലേ? അതൊന്നാണ് കമന്റ് ചെയ്യും. ഒരു മനസുഖം. എന്നാ പോട്ടെ, ബൈ. ഹൗ